السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ പരിശുദ്ധമായ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശൈഖുന ഉസ്താദ് അവറുകളെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സാദാത്യങ്ങളെ, പണ്ഡിത മഹത്തുക്കളെ, സഹോദരങ്ങളെ, അധികമായി സംസാരിക്കാനുള്ള ഒരു സമയമല്ല. സനത് വാങ്ങിച്ച് സേവന രംഗത്തേക്ക് അല്ലെങ്കിൽ ഉപരിപഠന രംഗത്തേക്ക് കാലെടുത്തു വെക്കാൻ തയ്യാറായിരിക്കുന്ന പണ്ഡിത സഹോദരങ്ങളോട് മാത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്തിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട പണ്ഡിത സഹോദരങ്ങളെ, നിങ്ങളുടെ കയ്യിൽ നൽകപ്പെട്ടിരിക്കുന്ന ഈ സനത്, ഈ സർട്ടിഫിക്കറ്റ്, ഇതൊരു സാധാരണ പേപ്പറാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു പിതാവ് അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ അവകാശികൾ ആരാണ് എന്ന് രേഖപ്പെടുത്തിയ ഒരു വിൽപത്രം, ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് തന്റെ മക്കളെ ഏൽപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ ഉസ്താദ് നിങ്ങളെ ഉസ്താദിൽ നിന്നും തുടങ്ങി ഒരു വലിയ ചങ്ങലയിൽ ബന്ധിപ്പിച്ച് ഈ ചങ്ങലയുടെ ഒരു സൈഡിൽ നിങ്ങളുടെ ഉസ്താദാണെങ്കിൽ ഇതിന്റെ അങ്ങേ തലയ്ക്കലുള്ളത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴി അല്ലാഹു തആലയിലേക്ക് ബന്ധപ്പെടുന്ന ഒരു ചങ്ങലയിൽ നിങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ മേൽ അറിയിക്കുന്ന ഒരു സാക്ഷി പത്രമാണ് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന സനത് എന്ന് പറയുന്നത്. ഈ സനത് ഒരു അമാനത്താണ്. ഈ സനത് ഒരു വലിയ ഉത്തരവാദിത്തം നിങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ഒരു വലിയ അടയാളമാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ അമാനത്ത് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിരിക്കുന്നു. ഒരു വലിയ അമാനത്ത്, ഒരു വലിയ ഉത്തരവാദിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ രംഗം നാം ഇനി മനസ്സിലാക്കേണ്ടത്, നേരത്തെ ഉസ്താദുമാര് പറഞ്ഞ പോലെ, ഒരു വലിയ ഒരു ലോകത്തേക്ക് ജനങ്ങളുടെ അഖീദകളെ പിഴപ്പിക്കാൻ വേണ്ടി പല ഭാഗത്തു നിന്നും ഇസ്ലാമിന്റെ ശത്രുക്കൾ വളരെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം കാലെടുത്തു വെക്കേണ്ടത്. ഇത്തരം സന്ദർഭത്തിൽ നമ്മളുടെ മുൻഗാമികൾ എങ്ങനെയാണോ ഈ ഉമ്മത്തിന്റെ വിശ്വാസത്തെ സംരക്ഷിച്ചത്, എങ്ങനെയാണോ നമ്മളുടെ മഹാന്മാരായ ഉസ്താദുമാർ ഈ ഉമ്മത്തിലേക്ക് പല ഭാഗത്തു നിന്നുമുള്ള ഫിത്നയെ അവര് തടഞ്ഞു നിർത്തിയത്, അതുപോലെ തന്നെ കോട്ട കെട്ടി ഉമ്മത്തിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമ്മളിലേക്ക് അർപ്പിതമാണ് എന്ന് ഈ സനത് നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നാം ജീവിക്കുന്ന ലോകം വലിയ ഒരു ഫിത്നയുടെ ലോകമാണ്. നേരത്തെ ഉസ്താദുമാര് സൂചിപ്പിച്ച പോലെ മഹാനായ ശംസുൽ ഉലമ അഅ്ലാ ഹളറത്ത് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദ് മഹാനായ റഹ്മത്തുള്ളാഹി കീറാനവി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മഹാനാണ്. ഇന്ത്യ ജന്മം നൽകിയ ഒരു വലിയ മഹാനാണ് റഹ്മത്തുള്ളാഹി കീറാനവി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ ഈ ജീവിക്കുന്ന മഹാനവറുകളുടെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ ഭരണ സന്ദർഭത്തിൽ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് വലിയ വിപുലമായ രീതിയിലുള്ള
മിഷണറി പ്രവർത്തനങ്ങൾ ഈ ഉമ്മത്തിനെ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ മിഷണറി പ്രവർത്തനങ്ങൾ നടക്കുകയുണ്ടായി. ഈ ഉമ്മത്തിലെ ആയിരക്കണക്കിന് ആളുകൾ ക്രിസ്തുമതത്തിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെടുന്ന ഒരു ദയനീയ അവസ്ഥയുണ്ടായി. അതിന് അവർ വിദേശ രാജ്യത്ത് നിന്നും സർവ്വ ചെലവും കൊണ്ട് അവർ ഫണ്ടർ എന്ന് പറയുന്ന ഒരു പാതിരിയെ അവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ഫണ്ടർ എന്ന് പറയുന്ന ഒരു പാതിരിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ അയാൾ കടന്നു ചെല്ലുകയും അഖീദകളിൽ പിഴവുണ്ടാവുന്ന രീതിക്ക് മുസ്ലിമീങ്ങളെ വെല്ലുവിളിച്ചു. അയാൾ ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ട്, ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട്, അയാൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തുമതത്തെ അയാൾ പ്രചരിപ്പിക്കാൻ ആരംഭിച്ചു. അയാൾക്ക് മറുപടി പറയാൻ മാത്രമുള്ള ഒരു ക്രിസ്തുമതത്തിന്റെ അല്ലെങ്കിൽ ബൈബിളിലുള്ള ആഴത്തിലുള്ള പഠനം നടത്തിയ പണ്ഡിതന്മാർ ആ കാലത്ത് കുറവായിരുന്നു. ഈ സന്ദർഭത്തിലാണ് മഹാനായ റഹ്മത്തുള്ളാഹി കീറാനവി റഹ്മത്തുള്ളാഹി അലൈഹി കടന്നു വന്നത്. 3 സ്ഥലത്ത് വെച്ച് ഫണ്ടറും റഹ്മത്തുള്ളാഹി കീറാനവി തങ്ങളും തമ്മിൽ വലിയ വാദപ്രതിവാദം, വലിയ ഏറ്റുമുട്ടലുകൾ നടന്നു. അവസാനം ഡൽഹിയിൽ വെച്ച് നടന്ന ഏറ്റുമുട്ടലിൽ റഹ്മത്തുള്ളാഹി കീറാനവി റഹ്മത്തുള്ളാഹി അലൈഹി ഫണ്ടർ ആരാണ്? ലോക പ്രശസ്ത ക്രിസ്ത്യാനികളുടെ അങ്ങേയറ്റത്തെ വാദപ്രതിവാദത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉന്നത സ്ഥാനം അവര് നൽകി ആദരിച്ച ഒരാളാണ് ഫണ്ടർ. അങ്ങനെ അവസാനം ഡൽഹിയിൽ വെച്ച് നടന്ന വാദപ്രതിവാദത്തിൽ ഫണ്ടറിനെ കൊണ്ട് റഹ്മത്തുള്ളാഹി കീറാനവി തങ്ങൾ സമ്മതിപ്പിച്ചു. ബൈബിളിന്റെ പല സ്ഥലങ്ങളിലും മാറ്റത്തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്, അയാള് പറയുന്നതെല്ലാം തെറ്റാണ് എന്ന് റഹ്മത്തുള്ളാഹി കീറാനവി തങ്ങൾ സമ്മതിപ്പിച്ചു. അവസാനം ഫണ്ടറിന് മനസ്സിലായി, ഈ ഒരു പണ്ഡിതൻ, ശ്രദ്ധിക്കണം, ഈ ഒരു പണ്ഡിതൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം തന്റെ ഒരു വേലയും തന്റെ ഒരു കുതന്ത്രങ്ങളും ഈ ഉമ്മത്തിൽ വില പോവുകയില്ല എന്ന് മനസ്സിലാക്കി അയാൾ ഇന്ത്യയിൽ നിന്നും കടന്നു. അയാൾ പോയത് തുർക്കിയിലേക്കാണ്. അയാള് തുർക്കിയിലേക്ക് പോയിട്ട് അയാള് തുർക്കി ഖലീഫ അബ്ദുൽ ഹമീദ് ഖാൻ എന്ന് പറയുന്ന ഖലീഫയെ അയാൾ വെല്ലുവിളിച്ചു. അയാൾ വെല്ലുവിളിച്ചിട്ട് അയാൾ പറഞ്ഞു, ഇന്ത്യയിലുള്ള എല്ലാ മസ്ജിദുകളും ഞാൻ ചർച്ചുകളാക്കി മാറ്റിയിരിക്കുന്നു. ഇന്ത്യയിലുള്ള കോടിക്കണക്കിന് മുസ്ലിമീങ്ങളെ ഞാൻ ക്രിസ്തുമതത്തിലേക്ക് കൺവെർട്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇസ്ലാമിക ഭരണപ്രദേശത്ത് ഞാനുമായിട്ട് ഏറ്റുമുട്ടാൻ ആരെങ്കിലും തയ്യാറുണ്ടോ? അയാള് ഉസ്മാനിയ ദൗലത്തെ ഉസ്മാനിയയുടെ അവസാന ഖലീഫയായിരുന്ന അബ്ദുൽ ഹമീദ് ഖാൻ രാജാവിനെ അയാൾ വെല്ലുവിളിച്ചു. അങ്ങനെ ഹറം ഷരീഫ് അന്ന് ഇതറിഞ്ഞ് ഇവിടെ മറ്റൊരു ചരിത്രമുണ്ടായി. ക്രിസ്ത്യാനികൾ റഹ്മത്തുള്ളാഹി കീറാനവിയെ ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയിൽ നിന്ന് നാടുകടത്തി. അദ്ദേഹം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മിഷണറി പ്രവർത്തനങ്ങളും സാധ്യമല്ല, ഈ ഉമ്മത്തിന്റെ അഖീദ പിഴപ്പിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കി അവർ റഹ്മത്തുള്ളാഹി കീറാനവി തങ്ങളെ ഇന്ത്യയിൽ നിന്ന് നാടുകടത്തി. മഹാനവറുകൾ ഹറമിലേക്ക് പോയി. ഹറമിൽ പോയി അവിടത്തെ അന്നത്തെ ഷെയ്ഖായിരുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മജ്ലിസിൽ പോയി ഒരു വിദ്യാർത്ഥിയായിട്ട് മഹാനവറുകൾ കഴിഞ്ഞുകൂടി. ഈ സമയത്താണ് ഫണ്ടർ തുർക്കിയിലേക്ക് പോയത്. തുർക്കിയിലേക്ക് പോയിട്ട് അയാൾ അവിടത്തെ രാജാവിനോട് പറഞ്ഞു, നിങ്ങളുടെ ഭരണപ്രദേശത്ത് ഞാനുമായിട്ട് ഏറ്റുമുട്ടാൻ നിങ്ങളുടെ ഇസ്ലാം സത്യമാണെന്ന് സ്ഥാപിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതനുണ്ടോ? അങ്ങനെ ആകെ ആശയക്കുഴപ്പത്തിലായ അബ്ദുൽ ഹമീദ് ഖാൻ എന്ന് പറയുന്ന രാജാവ് ഹറമിലേക്ക് ലെറ്റർ എഴുതി. സൈനുദ്ദഹ്ലാൻ റഹ്മത്തുള്ളാഹി അലൈഹിലേക്ക് ലെറ്റർ എഴുതിയിട്ട് പറഞ്ഞു, ഇതുപോലെ ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തെ പിഴപ്പിച്ച ഒരുവൻ നമ്മളുടെ ഇസ്ലാമിക ലോകത്തേക്ക് കടന്നു വന്നിട്ട് അവൻ മുസ്ലിമീങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അവനുമായിട്ട് വാദപ്രതിവാദം നടത്താൻ നിങ്ങൾ വരണമെന്ന് മഹാനായ സൈനുദ്ദഹ്ലാൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ വെല്ലുവിളിച്ചു. സൈനുദ്ദഹ്ലാൻ റഹ്മത്തുള്ളാഹി അലൈഹി ആകെ ആശയക്കുഴപ്പത്തിലായി. മഹാനവറുകൾ വയോവൃദ്ധനായി
ഹാജരായിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അവസാനം ആ മജ്ലിസിൽ റഹ്മത്തുള്ള കീറാനവി തങ്ങളുണ്ട്. തങ്ങൾ പറഞ്ഞു, ഞാൻ പോകാം ഉസ്താദെ, ഞാൻ പോകാം. ഇന്ത്യയിൽ നടന്ന വാദപ്രതിവാദമോ ഒന്നും മഹാനവറുകൾ ഷെയ്ഖിനോട് പറഞ്ഞില്ല. അവസാനം റഹ്മത്തുള്ള കീറാനവി തുർക്കിയിലേക്ക് പോയി, ഇസ്തംബൂളിലേക്ക് പോയി. അങ്ങനെ വാദപ്രതിവാദത്തിന്റെ ദിവസം നിശ്ചയിച്ചു. ഫണ്ടറും റഹ്മത്തുള്ള കീറാനവി തങ്ങളും തമ്മിൽ വാദപ്രതിവാദത്തിന്റെ ദിവസം നിശ്ചയിച്ചു, സമയം നിശ്ചയിച്ചു. റഹ്മത്തുള്ള കീറാനവി തങ്ങൾ സ്റ്റേജിലേക്ക് വന്നു. പക്ഷേ ഫണ്ടറിനെ കാണുന്നില്ല. ഫണ്ടർ മനസ്സിലാക്കി, അവൻ എങ്ങനെയോ രഹസ്യമായിട്ട് മനസ്സിലാക്കി, വരുന്നത് റഹ്മത്തുള്ള കീറാനവി തങ്ങൾ തന്നെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയ ഫണ്ടർ രാത്രി തന്നെ തുർക്കിയിൽ നിന്നും നാടുകടന്നു എന്ന് ചരിത്രത്തിൽ പറയുന്നു. അവസാനം റഹ്മത്തുള്ള കീറാനവി തങ്ങൾ രാജാവിനോട് പറഞ്ഞു, അവൻ വരില്ല. ഇന്ത്യയിൽ ഞാനും അവനും തമ്മിൽ പല സ്ഥലങ്ങളിൽ മുനാലറ നടന്നു. ആ മുനാലറയിലെല്ലാം അവനെ ഞാൻ പരാജയപ്പെടുത്തി. അങ്ങനെ രാജാവ് പറഞ്ഞു, നിങ്ങൾ നടത്തിയ മുനാലറയുടെ സാരാംശം വെച്ച് നിങ്ങൾ ഒരു ഗ്രന്ഥം രചിക്കണം. അങ്ങനെ റഹ്മത്തുള്ള കീറാനവി തങ്ങൾ രചിച്ച പ്രശസ്തമായ 2 ഗ്രന്ഥങ്ങളാണ്. ഒന്ന് ഇൽഹാറുൽ ഹഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥവും മറ്റൊന്ന് ഇസാലത്തു ശുക്കൂക്ക്. ഈ ഇസാലത്തു ശുക്കൂക്ക് ആദ്യമായി പബ്ലിഷ് ചെയ്തത് ബാഖിയാത്തു സാലിഹാത്തിലെ ബാനി ഹളറത്ത് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവരുടെ സ്വന്തം ചെലവിലാണ് ആ ഗ്രന്ഥം പബ്ലിഷ് ചെയ്തത്. ആ ഗ്രന്ഥം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ ഇപ്പോൾ അതിന് ആദ്യമായി ഫണ്ടർ എഴുതിയ ചില അപവാദങ്ങളുടെ ഗ്രന്ഥങ്ങൾ ഇപ്പോൾ മിഷണറിമാർ മലയാളത്തിൽ പബ്ലിഷ് ചെയ്ത് അവർ കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബാഖിയാത്തു സാലിഹാത്ത് ഇസാലത്തു ശുക്കൂക്ക് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ ബാഖിയാത്തു സാലിഹാത്ത് തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, രാജ്യങ്ങളുടെ അഖീദയെ സംരക്ഷിക്കാൻ റബ്ബാനിയായ ഒരു പണ്ഡിതനെ കൊണ്ട് സാധിച്ചുവെങ്കിൽ ആ ഉത്തരവാദിത്തമാണ് ഈ കാലത്ത് എന്നിലും നിങ്ങളിലും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അഖീദയുടെ സംരക്ഷണം നമ്മളുടെ വലിയ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി തന്നെ നമ്മൾ ഏറ്റെടുക്കണമെന്നത് ഈ സനദ് നമ്മോട് വിളിച്ചു പറയുന്നു. മരണം വരെയും ദറസിലായി. നേരത്തെ ഉസ്താദുമാര് പറഞ്ഞ പോലെ ഇൽമിന്റെ പ്രചരണത്തിലായി. ഏതൊരു അടിപതറാത്ത ഏത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിലും ദീനിന് വേണ്ടി നാം നിലകൊള്ളണം. ദീനിന്റെ ഇശാഅത്തിന് വേണ്ടി, ഇൽമിന്റെ പ്രചരണത്തിന് വേണ്ടി നാം നിലകൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മ റബ്ബാനിയായ പണ്ഡിതന്മാരിൽ ഈ സനദ് നൽകപ്പെട്ടതിൽ ഒരർത്ഥമുണ്ടാകും. ഈ സനദ് നാം കൈപ്പറ്റിയതോടുള്ള നമ്മളുടെ ബാധ്യത നാം പൂർത്തീകരിച്ചവരാകും. മരണം വരെയും ഇൽമിന്റെ വഴിയിലായിരിക്കണം നമ്മുടെ വഴി. മഹാനായ അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹനീഫ ഇമാമിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്. മഹാനവറുകൾ മരണാസന്നനായി കിടക്കുന്ന സന്ദർഭം അവസാനം രോഗ സന്ദർശനത്തിന് വേണ്ടി ആളുകൾ വന്ന് മഹാനവറുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മഹാൻ പറയുന്നു, ഞാൻ അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കലേക്ക് പോയി. ഞാൻ മരണാസന്നനായി കിടക്കുന്ന അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഹജ്ജിന്റെ ചില മസ്അലകൾ ചോദിച്ചു. ഹജ്ജിൽ കല്ലെറിയൽ കർമ്മവുമായി ബന്ധപ്പെട്ട ചില മസ്അല മഹാനവറുകൾ എനിക്ക് ആ മസ്അല പറഞ്ഞു തന്നു. ആ മസ്അല പറഞ്ഞു തന്നിട്ട് ഞാൻ ആ മസ്അലയും കേട്ടുകൊണ്ട് വീടിന്റെ വെളിയിലേക്ക് വരുന്നു. മഹാനവറുകളുടെ റൂമിന്റെ വെളിയിലേക്ക് വരുമ്പോൾ അകത്തു നിന്നും മഹാനവറുകളുടെ റൂഹ് പിരിഞ്ഞ കരയുന്ന ശബ്ദം ഞാൻ കേട്ടു. അകത്തു നിന്നും മഹാനവറുകൾ മരണപ്പെട്ടു എന്ന വാർത്ത മരണത്തിന്റെ 1 മിനിറ്റ് മുമ്പ് പോലും ഇൽമിന്റെ പ്രചരണത്തിലായി കഴിഞ്ഞവരാണ് നമ്മുടെ പണ്ഡിതന്മാർ. അതുകൊണ്ട് മരണം വരെയും ഇൽമിന്റെ പ്രചരണമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അത് അധികാര സ്ഥാനങ്ങൾ, അധികാരികളെ തൃപ്തിപ്പെടുത്തൽ നമ്മുടെ ലക്ഷ്യമാകാൻ പാടില്ല. മഹാനായ അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച ഒരാൾക്ക് ഒരധികാരത്തിന്റെയും ആവശ്യമില്ല. നമ്മൾ തന്നെയാണ് അധികാരികൾ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ പോലെ, ലൗ അന്ന അഹ്ലൽ ഇൽമി വലഉ അൽ ഇൽമ ഇൻദ അഹ്ലിഹി ലസാദു ബിഹി അഹ്ല സമാനിഹിം. ഇൽമിന്റെ വക്താക്കൾ അവരുടെ ഇൽമിനെ സംരക്ഷിക്കേണ്ടതുപോലെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ലസാദു ബിഹി അഹ്ല സമാനിഹിം,
അവരാണ് ആ കാലഘട്ടത്തിന്റെ രാജാക്കന്മാർ, അവരാണ് ഭരണാധികാരികൾ. പക്ഷെ ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നു, വലാകിന്നഹും ബദലൂഹു ലി അഹ്ലി ദുനിയ ഫഹാനു അലൈഹിം. പക്ഷെ തങ്ങളുടെ ഇൽമിനെ ദുനിയാവ് സമ്പാദിക്കാനായി, അധികാരികളുടെ തൃപ്തി സമ്പാദിക്കാനായി, അധികാര കേന്ദ്രങ്ങളിൽ ഒരു അല്പം സ്ഥാനമുറപ്പിക്കുന്നതിന് വേണ്ടി ഇൽമിനെ വിനിയോഗിക്കുന്ന ഒരു ദുരവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് ലഹാനു അലൈഹിം, ഈ അഹ്ലുൽ ഇൽമ്, അഹ്ലുദ് ദുനിയായുടെ മേൽ അഹ്ലുൽ ഇൽമ്, ഇൽമിന്റെ വക്താക്കൾ, ദുനിയാവിന്റെ വക്താക്കളുടെ മുന്നിൽ നിസ്സാരന്മാരായത്. അത് ദുനിയാവിനെ, ഈ ഇൽമിനെ അവർ ദുനിയാവിനെ കരസ്ഥമാക്കാനുള്ള മാർഗമായി, മാധ്യമമായി കണ്ടപ്പോഴാണ്. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സമയത്തു നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, മൻ കാന ഹമ്മുഹു ഹമ്മൻ വാഹിദൻ ഹമ്മ ആഖിറതിഹി കഫാഹുല്ലാഹു ഹമ്മ ദുനിയാഹു. ഏതൊരുവന്റെ ലക്ഷ്യം ഈ ഇൽമു കൊണ്ട് പാരത്രികമായ ലക്ഷ്യമായിട്ട് മാറിയോ, കഫാഹുല്ലാഹു ഹമ്മ ദുനിയാഹു, അവന്റെ ദുനിയാവിന്റെ കാര്യം അല്ലാഹു തആല ഏറ്റെടുക്കും. എന്നിട്ട് പറയാണ്, വമൻ തശഅബത് ബിഹിൽ ഹുമൂമു ഫീ അഹ്വാലിദ് ദുനിയ, ഏതൊരുവന്റെ ചിന്ത ദുനിയാവ് സമ്പാദിക്കണം, ദുനിയാവിന്റെ വ്യത്യസ്തമായ സമ്പത്തുകൾ ശേഖരിക്കണമെന്നായാൽ ലം യുബാലില്ലാഹു ഫീ അയ്യി ഔദിയത്തിഹാ ഹലക, അവൻ ദുനിയാവിന്റെ എവിടെ പോയി നശിച്ചു പോകുന്നു എന്നത് അല്ലാഹുവിന് പ്രശ്നമല്ല. അതുകൊണ്ട് മരണം വരെയും ഇൽമിന്റെ വഴിയിലായി, ഇൽമിന്റെ ഇശാഅത്തിന്റെ വഴിയിലായി കഴിയണമെന്നത് നമ്മൾ വാങ്ങിച്ച സനദിനോട് നാം പാലിക്കുന്ന ഒരു ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ സനദ് ഒരു വലിയ ചങ്ങലയുമായി, നേരത്തെ പറഞ്ഞ പോലെ വലിയ റസൂലുള്ളാഹി തങ്ങളുടെ വറാസത്താണ്. നമ്മൾ ഈ സനദ് വാങ്ങിക്കുമ്പോൾ ഈ നമ്മളിൽ നിന്നും ഇതിന് അനുചിതമായ ഒരു പ്രവർത്തനത്തിലേക്ക്, നമ്മളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു മ്ലേച്ഛമായ പ്രവർത്തനത്തിലേക്ക് നാം പോകേണ്ടി വരുമ്പോൾ ഈ സനദിനെ പറ്റി നിങ്ങൾ ഓർക്കണം. നമ്മൾ ആരുടെ ശിഷ്യനാണ്, നമ്മുടെ ഉസ്താദാരാണ്, ഉസ്താദിന്റെ ഉസ്താദാരാണ്, ഏതൊരു ചങ്ങലയുമായിട്ടാണ് ബന്ധിപ്പിക്കപ്പെട്ടത് എന്ന് നാം ഓർക്കുകയാണെങ്കിൽ ഈ സനദ് നമ്മളെ ആ തെറ്റിൽ നിന്നും നമ്മളെ തടഞ്ഞു നിർത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സനദ് നമ്മളുടെ ജീവിതത്തിന്റെ സർവ്വ ഐശ്വര്യത്തിനും കാരണമാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സ്ഥാപനത്തെ അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. ഈ സ്ഥാപനത്തിൽ നിന്നും ആയിരക്കണക്കിന് ആലിമീങ്ങളും ഹാഫിലീങ്ങളും ദാഇകളും ദാഇയത്തുകളും ആലിമത്തുകളും ഹാഫിലത്തുകളും പുറപ്പെടുന്ന ഒരു സ്ഥാപനമായി അല്ലാഹു കബൂലാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.